ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ടാൻജന്റ് എന്ന അധ്യായത്തിലെ 8ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഒന്ന് വായിക്കാം. ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആർ എ ബി ആൻഡ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് ഈസ് സി. പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഈസ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് അതായത് അന്തർവൃത്തത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എ പ്ലസ് ബി മൈനസ് സി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്ത് ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എ ബി സി എന്നെടുത്ത് റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഹാഫ് ഇൻറ്റു ഏരിയ എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് എത്ര? ബി ഇൻറ്റു എ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഹാഫ് എ ബി എന്ന് എഴുതി. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് എ ബി എന്നെടുത്ത് അതാണ് ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്പർ കൊടുത്ത്. ഇനി എന്ത് ചെയ്യുക? നമുക്ക് അന്തർവൃത്തത്തിൻ്റെ റേഡിയസ് ആണ് വേണ്ടത്. അന്തർവൃത്തത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എടുക്കുക വെച്ചാൽ എ ഈക്വൽ ടു ആർ എസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ആർ എന്താണ്? ആറ് റേഡിയസ് ഓഫ് സർക്കിൾ. അതേപോലെ എസ് എന്ന് പറഞ്ഞാൽ P/2, അതായത് പെരിമീറ്ററിൻ്റെ പകുതി. ഇനി അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എ ഈക്വൽ ടു ആർ എസ് എന്ന് കിട്ടി, സെക്കൻഡ് വൺ. ഇനി എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുക. രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏരിയ ഹാഫ് എ ബി ഈക്വൽ ടു ആർ ഇൻറ്റു ഇതിൽ എസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു, അതായത് പെരിമീറ്ററിൻ്റെ പകുതി. ഇനി എന്ത് ചെയ്യുക? ആർ ഇൻറ്റു എസ് ആണ്. എസ് എന്താണ് പഠിച്ചെടുക്കണത്? എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. ഇനി ഈക്വൽ ടു രണ്ട് സൈഡിലും 2 ഉണ്ട്. അപ്പോൾ 2 എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. 2 ക്യാൻസൽ ചെയ്തതിന് ശേഷം എ ബി ഈക്വൽ ടു ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ഓഫ് സർക്കിളാണ്. റേഡിയസ് ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ ഇതിനവിടെ നിർത്തിയിട്ട് ഇവിടെ ഇൻറ്റു ആണ്. ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ബൈ ആയി. അപ്പോൾ ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എ ബി ബൈ എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ബൈ എ ബി എന്നായി. എ ബി ബൈ. അപ്പോൾ നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എ ബി ബൈ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ആറെന്ന് കിട്ടും. ഇതിൽ ഏതെങ്കിലും എയോ ബിയോ സിയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ആ റൈറ്റ് ട്രയാങ്കിൾ ആയത് കൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പൈതഗോറസ് തിയറം പ്രകാരം ഇങ്ങനെയാണ്. കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതിൽ പാദം നമ്മൾ എ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സി സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഞാൻ ഇവിടെ എടുക്കുകയാണ്. എന്താ നമ്മൾ എടുക്കുന്നത്? ഈ സൈഡിൽ എഴുതാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ആർ ഈക്വൽ ടു എ ബി ബൈ എ പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറം പ്രകാരം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ
പ്ലസ് ബി സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇപ്പം പഠിച്ചത് ഏതെങ്കിലും അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ ഈ ഇക്വേഷൻ അതായത് ആർ ഈക്വൽ ടു എ ബി ബൈ എ പ്ലസ് ബി പ്ലസ് സി ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെ എ പ്ലസ് ബി മൈനസ് സിനെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഏത് കൊണ്ടുവരാനാണ്? എ സ്ക്വയറും ബി സ്ക്വയറും കൊണ്ടുവരാൻ. ഇനി പ്ലസ് സി, ഇവിടെ മൈനസ് സി. ഇനി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ഈ ഇക്വേഷന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആർ ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്യണത്? എ ബി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി മൈനസ് സി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് സി ബൈ എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി മൈനസ് സി. ഇനി നമ്മൾക്കിത് എങ്ങനെ കിട്ടിയത് വെച്ചാൽ, നമുക്ക് ഇക്വേഷനിൽ സി സ്ക്വയറിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൽ എ പ്ലസ് ബീനെ എക്സ് ആയിട്ടും ഈ സീനെ അതുപോലെ ആക്കിയിട്ട് എഴുതി. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താണ്ട് നമുക്ക് രണ്ടാമത് എഴുതിയിട്ട് ഒന്നും കൂടി ചെയ്തു തുടങ്ങാം. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ആർ ഈക്വൽ ടു എ ബി ഇൻറ്റു, ഇവിടെ നമ്മൾ രണ്ടാമത് എഴുതാം. ഇവിടെ രണ്ടാമത് എഴുതിയിട്ട് നമുക്കിപ്പോൾ കിട്ടിയത് ആർ ഈക്വൽ ടു എ ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി ബൈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ മാറ്റണം. അപ്പോൾ എ ബി ആദ്യം നമുക്ക് ന്യൂമറേറ്റർ ഉണ്ടാ എ ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി ആണ്. അപ്പോൾ ആർ ഈക്വൽ ടു അതുപോലെ തന്നെ എഴുതി ന്യൂമറേറ്റർ എ ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി ബൈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ അതുപോലെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആർ ഈക്വൽ ടു ഇതൊരു കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? എ ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി ബൈ, ഇനി ഇവിടെ എ സ്ക്വയർ ബി സ്ക്വയർ, എ സ്ക്വയറും ഇവിടെ എന്താണുള്ളത്? ഒരു എ സ്ക്വയർ ഉണ്ട് പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. അതുപോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മൾ നേരത്തെ ഓൾറെഡി എടുത്തിട്ട് എന്തായിരുന്നു? പൈതഗോറസ് തിയറം പ്രകാരം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മട്ടത്രികോണത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു എ സ്ക്വയർ, ഇവിടെ ഒരു ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 2ab അതുപോലെ എഴുതി മൈനസ് സി സ്ക്വയർ. ഇനി പ്ലസ് സി സ്ക്വയറും മൈനസ് സി സ്ക്വയറും ക്യാൻസലാക്കി കളഞ്ഞു. ഈക്വൽ ടു ആർ ഈക്വൽ ടു എ ബി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി മൈനസ് സി ബൈ 2ab. ഇനി ഇതിലെങ്ങനെ ചെയ്യാം? ഇവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എ ബി ഉണ്ട്, അത് ക്യാൻസലാക്കി അതിന് ശേഷം ആർ ഈക്വൽ ടു എ ബി ക്യാൻസലാക്കി കഴിഞ്ഞാൽ ബാക്കി 1/2 ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അന്തർവൃത്തത്തിൻ്റെ ആരം ഹാഫ് ഇൻറ്റു
എ പ്ലസ് ബി മൈനസ് സി ആണ്. നമ്മൾ ഓൾറെഡി എടുത്തത് എന്തെങ്ങനെയാണ്, ആ പൈതഗോറസ് തിയറത്തിലത്തെ റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടായിരുന്നത് സി എ ബി എന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ അന്തർവൃത്തത്തിൻ്റെ ആരം r = ½ × a + b - c എന്ന പ്രൂഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് 8ാമത്തെ ചോദ്യം. നന്നായിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിലെ അവസാനത്തെ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി 9ാമത്തെ ചോദ്യത്തിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആംഗിൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിൾ. ആ ABC എന്ന ട്രയാങ്കിളിൽ നമുക്ക് ആംഗിൾ A അറിയാം, എത്രയാണ്, 70 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ 3 ആംഗിളും തമ്മിൽ കൂട്ടില്ല, ആംഗിൾ Aയും ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. അതിൽ ആംഗിൾ A 70 ആണെന്ന് അറിയാം. അപ്പോൾ 70 പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180 ഡിഗ്രി. ഇനി പ്ലസ് അങ്ങോട്ട് അപ്പുറത്തേക്ക് മൈനസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180 മൈനസ് 70 = 110 ഡിഗ്രി എന്ന് കിട്ടും. 110 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം അതിന് എന്താ മനസ്സിലായത്, ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയാൽ 110 കിട്ടണം. അപ്പോൾ ട്രയാങ്കിൾ BOC എടുക്കുക. ട്രയാങ്കിൾ BOCയിൽ നമുക്ക് ആംഗിൾ Oയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ആംഗിൾ മൊത്തം ഈ ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം എന്നാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണോ, ഈ ആംഗിൾ ബിയുടെ പകുതിയോടെ, അതായത് ആംഗിൾ സിയുടെയും പകുതിയോടെ, ആംഗിൾ സിയും ആംഗിൾ ബിയും തമ്മിൽ കൂട്ടിയാൽ 110 കിട്ടണം. അതിൻ്റെ അർത്ഥം ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ബി എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ, ആംഗിൾ സി എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ. അപ്പോൾ നമുക്ക് ആംഗിൾ ബിയുടെ പകുതിയും ആംഗിൾ ബിയുടെ പകുതിയും അതുപോലെ ആംഗിൾ സിയുടെ പകുതിയും അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഓയും തമ്മിൽ കൂട്ടിൽ എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. ഇനി ഇതിൽ രണ്ടിലും /2 കോമൺ ആണ്. അപ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ C /2 പ്ലസ് ആംഗിൾ O = 180 ഡിഗ്രി. ഇനി ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടേണ്ടത്, 110 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയാൽ 110. അപ്പോൾ 110/2 പ്ലസ് ആംഗിൾ O സമം 180 ഡിഗ്രി. ഇനി 110/2 55 ഡിഗ്രി പ്ലസ് ആംഗിൾ O സമം 180 ഡിഗ്രി. ഇനി 150 = അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. നമുക്ക് എഴുതാം ആംഗിൾ O = 180 മൈനസ് 55 എന്ന് കിട്ടും. 180 മൈനസ് 55 എത്രയാണ്, 125 ഡിഗ്രി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫിഗറിലുള്ള ആംഗിൾ O, അതായത് സെൻറ്ററിലെ ആംഗിൾ എത്രയാണ്, 125 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻ എനി ട്രയാങ്കിൾ വാട്ട് ഈസ് എ റിലേഷൻ between the angle of a vertex and the angle between the lines join other two vertices. ഇതാണ് സെക്കൻഡ് വൺ. ഇനി മലയാളം മീഡിയം ഒന്ന് വായിക്കാം. ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിലെ കോൺ മറ്റ് 2 മൂലകളിലെ അന്തവൃത്തവുമായി യോജിപ്പിക്കുന്ന വരകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നത്. അതായത് ഈ കോണും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആംഗിൾ O കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 180 നിന്ന് ആംഗിൾ ബിയും അതുപോലെ ആംഗിൾ സിയും തമ്മിലെടുത്തിട്ട് /2 തൊട്ട് മുന്ന ചോദ്യം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കണത്. അപ്പോൾ നമ്മൾ ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് എഴുതി. ഇനി
ആംഗിൾ ബിയും ആംഗിൾ സിനെയും നമുക്ക് വല്ല ഇക്വേഷൻ രൂപത്തിൽ കിട്ടും നോക്കി നോക്കാം. നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടേണ്ടത്? 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിനെ കണ്ടുപിടിക്കാൻ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി കണ്ടുപിടിക്കാൻ 180 നിന്ന് ആംഗിൾ എ മൈനസ് ചെയ്താൽ മതി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി കണ്ടുപിടിക്കാൻ 180 നിന്ന് ആംഗിൾ എ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകരം 180 മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ബാക്കി സ്റ്റെപ്പ് നോക്കാം. 180 മൈനസ് ആംഗിൾ 180 മൈനസ് ആംഗിൾ എ. ഇവിടെ എന്തുണ്ട്? ഒരു /2 ഉണ്ട്, അതുപോലെ എഴുതി. ഇനി അടുത്ത് ചെയ്യേണ്ടത് 180 അതുപോലെ എഴുതി. ഇനി -180, അതായത് ഈ 180നെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 180/2 മൈനസ് എന്തായി? പ്ലസ് ആംഗിൾ A/2 എന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത്. ഇനി 180 മൈനസ് 180ൻ്റെ പകുതി 90 പ്ലസ് ആംഗിൾ A/2 എന്ന് കിട്ടി. ഇനി 180ൽ നിന്ന് 90 പോയ എത്ര ബാക്കി? 90 പ്ലസ് ആംഗിൾ A/2. അതായത് എന്താ ചെയ്യേണ്ടത്? ആംഗിൾ എ അറിയാമെങ്കിൽ ഈ മറ്റേ കോണ് കണ്ടുപിടിക്കുന്നത്, അതായത് ആംഗിൾ ഒ എന്ന് പറയുന്ന കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ എ ഫിഗർ നോക്കുക. ആംഗിൾ എ അറിയാമെങ്കിൽ ആംഗിൾ ഒ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷനാണ് എന്താണ്? 90 പ്ലസ് ആംഗിൾ A/2. ഇതാണ് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള റിലേഷൻ, ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷനാണ് നമ്മൾ എഴുതേണ്ടത്. 90 പ്ലസ് ആംഗിൾ A/2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ആംഗിൾ എ അറിയാമെങ്കിൽ ആംഗിൾ ഒ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഇതാണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ആംഗിൾ എ എത്രയായിരുന്നു? 70. ഡൗട്ട് ക്ലിയർ ആണെങ്കിൽ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ആംഗിൾ ഒ കണ്ടുപിടിക്കണം ഫിഗറിൽ, അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ എ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു? 70. അപ്പോൾ 70/2. 70ൻ്റെ പകുതി 35. അപ്പോൾ 90 പ്ലസ് 35 125. നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഉത്തരം തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? 90 പ്ലസ് ആംഗിൾ A/2. ഇനി മൂന്നാം ചോദ്യം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. തേർഡ് വൺ, if one of these angle is half to other, what is the angle of the triangle? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം മലയാളം മീഡിയം കൂടി എന്ത് ചെയ്യാം? വായിക്കാം. രണ്ട് കോണുകളിൽ ഒന്ന് മറ്റൊന്നിൻ്റെ പകുതിയാണെങ്കിൽ ത്രികോണത്തിൻ്റെ കോൺ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഒ കണ്ടുപിടിക്കാൻ. എന്തൊക്കെയായിരുന്നു ആംഗിൾ? ഒന്ന് ഓർത്ത് വയ്ക്കുക. 180 മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ C/2 എന്നതായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ആംഗിൾ ഒ ഈക്വൽ ടു 90 പ്ലസ് ആംഗിൾ A/2. ഇതുപോലെ നമ്മൾ ആംഗിൾ ഒ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ഒ ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എഴുതാണ്. ആംഗിൾ ഒ ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ C/2. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്നൊന്നിൻ്റെ പകുതിയാകുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നൊന്നിൻ്റെ പകുതിയാകും പറഞ്ഞു. ഞാനിപ്പോൾ ആംഗിൾ ബി ഞാൻ എക്സ് എന്നെടുത്തു. ആംഗിൾ ബി എക്സ് എന്നെടുത്താൽ ആംഗിൾ സി 2x കൺസിഡർ ചെയ്ത്. അപ്പോൾ 2xൻ്റെ പകുതിയാണല്ലോ എക്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്ത്. അപ്പോൾ ആംഗിൾ ഒ ഈക്വൽ ടു 180 മൈനസ് എക്സ് പ്ലസ് 2x എന്ന് കിട്ടി. നമുക്ക് ഒന്നൊന്നിൻ്റെ പകുതിയാകുമ്പോൾ കോണുകൾ എത്രയാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്കിനി ക്രോസ് ചെയ്ത് ഗുണിച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഒ ഈക്വൽ ടു 180
മൈനസ് എക്സ് പ്ലസ് 2x എത്രയാണ്? 3x/2. അപ്പോൾ നമുക്ക് ഇതിലത്തെ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓ കിട്ടും. ഓ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഈ ഓ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ആംഗിൾ എ കിട്ടും എന്നൊന്നും പറയാം. ഇതിൽ നമുക്ക് ആംഗിൾ പകുതി ആകുമ്പോഴുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ആരാണ്? ബി എക്സ് ആണ്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓ കിട്ടും. ഓ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആംഗിൾ എയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് 3rd ക്വസ്റ്റ്യൻ 9ാമത്തെ. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ചെയ്ത് പഠിക്കുക, ഈ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.